സാഹിത്യത്തിന്റെ നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് വരുന്നു. സാഹിത്യ നൊബേൽ ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നോഹോർക്കയ്ക്കാണ് എന്നതാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. അനൂപ് ചന്ദ്രൻ ചേരുന്നുണ്ട്. അനൂപ്, സാഹിത്യത്തിന്റെ നൊബേൽ പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പേരുകൾ ഒന്നുമല്ല. ലാസ്ലോ ക്രാസ്നോഹോർക്കായി എന്ന് പറയുന്നത് ഹംഗേറിയയുടെ ഒരു ചരിത്രത്തിൻ്റെ നേർക്കാഴ്ച നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള രണ്ട് പ്രധാന നോവലുകൾ സാത്താൻ ടാങ്കോയും മെലങ്കലി ഓഫ് റെസിസ്റ്റൻസും, രണ്ട് പ്രധാന നോവലുകളിലൂടെ വായനക്കാരെ, പ്രത്യേകിച്ച് പോസ്റ്റ് കൊളോണിയൽ വായനക്കാരെ അവരുടെ സംവേദനത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള എഴുത്തുകാരനാണ്, ഹംഗേറിയൻ എഴുത്തുകാരനാണ് അദ്ദേഹം. പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഹംഗറിയിൽ, അത് കമ്മ്യൂണിസം സോവിയറ്റ് ബ്ലോക്കുകളിലെ പല രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസം അവസാനിച്ചതിന് ശേഷമുണ്ടായ സാമൂഹിക മാറ്റങ്ങളെ അത് യഥാതഥമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ് എന്ന നോവൽ സിനിമയും ആയിട്ടുണ്ട്. മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലും. അതിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഹംഗറിയുടെ സാമൂഹിക അവസ്ഥ, ചരിത്രം, കമ്മ്യൂണിസം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളും അതേപോലെ തന്നെ കമ്മ്യൂണിസം ആ നാട്ടിൽ സമൂഹത്തിലുണ്ടാക്കിയ വിള്ളലുകളും വിടവുകളും അടക്കം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ സോവിയറ്റ് ബ്ലോക്കിൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ബൾഗേറിയ, ഹംഗറി, പോളണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസത്തിന് ശേഷം പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എറയിൽ ഉണ്ടായിട്ടുള്ള എഴുത്ത് വളരെ വിപ്ലവാത്മകമായിരുന്നു. അങ്ങനെ നമുക്ക് പുതിയ കാലത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു എഴുത്തുകാരനെ തന്നെയാണ് നമ്മളിപ്പോൾ സൽമാൻ റുഷ്ദിയുടെയും അമിതാഭ് ഘോഷിനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പേര് വരുന്നത്. അവരുടെയൊക്കെ അതിനുശേഷം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, അതിനുശേഷം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ദൈക്ഷണികമായ എഴുത്തിൻ്റെ ഒരു ഏജിനെയാണ് നോർവീജിയൻ അക്കാദമി ഇപ്പോൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ശരി, കെ മധു കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. മധു, ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ്, ബുക്കർ പ്രൈസ് കിട്ടുന്ന ഘട്ടത്തിൽ 10 വർഷം മുമ്പ് വിഷണറി റൈറ്റർ എന്തായിരുന്നു BBC ഇദ്ദേഹത്തിന് നൽകിയ വിശേഷണം. എഴുത്തിനെ എങ്ങനെ വിശകലനം ചെയ്യാം, ആ രാഷ്ട്രീയത്തെ എങ്ങനെ വിശകലനം ചെയ്യാം? രതീഷ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്രാസ്നോഹോർക്ക നൊബേൽ പുരസ്കാര ജേതാവാകും എന്ന് പലവട്ടം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. കുറച്ചു നാളായി കാത്തിരുന്ന ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടുന്നത്. ഹംഗേറിയൻ എഴുത്തുകാരനാണ്. മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ് പോലുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തെ ഏറെ പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്. വളരെ നരകതുല്യമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യന്റെ സ്വകാര്യമായ സങ്കടങ്ങളെ, ആ മനുഷ്യന്റെ ജീവിതത്തെ എത്രത്തോളം ദുഃഖഭരിതമാക്കുന്നു തുടങ്ങിയ അത്തരത്തിലുള്ള പ്രമേയങ്ങൾ തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈസ്റ്റേൺ ബ്ലോക്കിന്റെ കാലഘട്ടത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ അസ്തമിക്കുന്നത് ഹംഗറിയിൽ എത്രത്തോളം ഒരു മനുഷ്യന്റെ ജീവിതം എത്രത്തോളം സങ്കടഭരിതമായിരുന്നു, അവന്റെ ആനന്ദങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു, അവന്റെ സ്വകാര്യത പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുത്ത് ആരംഭിക്കേണ്ടി വന്നിരുന്ന ആ ഈസ്റ്റേൺ യൂറോപ്യൻ എഴുത്തുകാരിലെ തുടർച്ച വളരെ കൃത്യമായി ലാസ്ലോ ക്രാസ്നോഹോർക്കയിലും കാണാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. അത് പിന്നീട് മറ്റ് അടുത്ത ഘട്ടങ്ങളിലേക്ക് മാറുമ്പോൾ അദ്ദേഹം കുറെ കൂടി വ്യക്തമായി മനുഷ്യന്റെ സങ്കട അവസ്ഥകളെ കൃത്യമായി നിശ്ചയിക്കുന്ന, തന്റെ എഴുത്തിന്റെ, തന്റെ വാക്കുകളെ, തന്റെ പ്രമേയങ്ങളെ ഒക്കെ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം കൂടുതൽ ഓരോ അതോറിറ്റേറിയനായ ഓരോ സമീപനങ്ങളും അധികാരം എത്രത്തോളം മനുഷ്യനെ ഞെരിച്ചമർത്തുന്നു എന്ന വിധത്തിലുള്ള പ്രമേയങ്ങളിലൂടെ അദ്ദേഹം വായനക്കാരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. നോവലുകൾക്ക് പുറമെ തിരക്കഥയും ചെറുകഥകളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ വിധത്തിൽ ഹംഗേറിയൻ നൊബേൽ അല്പം വൈകിയോ എന്നതാണ് കെ മധു റിപ്പോർട്ട് ചെയ്യുന്നത്. സാഹിത്യ നൊബേൽ ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നോഹോർക്കയ്ക്കാണ്. അനൂപ് ചന്ദ്രൻ തുടരുന്നുണ്ട്. അനൂപ്, മെലങ്കലി ഓഫ് റെസിസ്റ്റന്റ് 1989 ദ വാർ ആൻഡ് വാർ എന്തടക്കം കടന്നുപോയ കാലത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടല്ലേ എഴുത്തിൽ?
തീർച്ചയായും മധു പറഞ്ഞതിൻ്റെ അതേ വശത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതായത് സോവിയറ്റ് യൂണിയന് ശേഷമുണ്ടായ ഒരു മാറ്റം, അവിടെ ഈ കിഴക്കൻ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ധൈഷണികമായ ഒരു മാറ്റമുണ്ട്. ആ മാറ്റമാണ് സത്യത്തിൽ അതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയെ എങ്ങനെയാണ് നേർചിത്രം അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ സ്ഥലത്തുള്ള ആ പ്രദേശത്തുള്ള മറ്റു രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം വഹിച്ച കുറേ പുതിയ എഴുത്തുകാരുടെ മുന്നിൽ നിന്ന ആളാണ് ഇദ്ദേഹം. അതുമാത്രമല്ല, നേരത്തെ ഈ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ ആ പ്രദേശത്തിന്, ആ ഭൂപ്രദേശത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, കമ്മ്യൂണിസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള അതിനുശേഷം ഉണ്ടായിട്ടുള്ള മുറിവുകൾ. അതുപോലെ ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ, രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥ അനുഭവിച്ചറിഞ്ഞത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള അവിടുത്തെ സമൂഹത്തിലുണ്ടായിട്ടുള്ള, മനുഷ്യ ജീവിതത്തിലുണ്ടായിട്ടുള്ള വിള്ളലുകൾ, അതിൻ്റെ വിങ്ങലുകൾ, ഇതെല്ലാം അതേപടി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നൊബേൽ പുരസ്കാരം നൽകുമ്പോൾ നൊബേൽ കമ്മിറ്റിയും എടുത്തു പറയുന്നത്. ഈ മനുഷ്യ ജീവിതത്തെ അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, സിനിമകൾ അതുകൂടി ഇക്കാര്യത്തിൽ പരാമർശമായി. ഇപ്പോൾ അനൂപ് ചന്ദ്രൻ്റെ ഒരു മേഖല കൂടിയാണല്ലോ സിനിമയുടെ പല മേഖലകളിൽ. ഇപ്പോൾ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പല ഘട്ടങ്ങളിൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ അനൂപ് നേരത്തെ വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അക്കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം എന്ന് തോന്നുന്നു. നേരത്തെ മാതൃഭൂമിയിൽ തന്നെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ലോകപ്രസിദ്ധനായ ചലച്ചിത്ര സംവിധായകൻ ബീല താറിൻ്റെ സിനിമകൾ. താറിൻ്റെ സാത്താൻ ടാഗോ, ടൂറിൻ കുതിര തുടങ്ങിയ സിനിമകൾക്ക് അതേ പേരുള്ള തൻ്റെ നോവലും കഥയും ഒക്കെ, അതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടും അത് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ വായനയും ദൃശ്യഭാഷയിലുമൊക്കെ എത്തിച്ചില്ലേ? ലാസ്ലോയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നോവൽ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ് ആണ്. ആ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ് തന്നെ ഒരു പക്ഷേ ആ നോവലിൻ്റെ അതൊരു വൈകാരികമായ അവസ്ഥ, ഒരു എഴുത്തുകാരൻ അതിനകത്ത് ഉൾച്ചേർത്തിരിക്കുന്ന വൈകാരികമായ അവസ്ഥ വായനക്കാരൻ ഏത് രൂപത്തിൽ നൽകുന്നോ അതേപോലെ അതിനേക്കാൾ അതിൻ്റെ വേറൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയ ഒരു സംവിധായകനാണ് ബലാത്താറിന് വേണ്ടിയിട്ട് ഈ മെലങ്കി ഓഫ് റെസിസ്റ്റൻസിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതും ഇദ്ദേഹം തന്നെയാണ്. അങ്ങനെ അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. സിനിമയിലേക്ക് വരുമ്പോഴും ഈ പറയുന്ന ഇതിനെ രണ്ടായിട്ട് തന്നെ, രണ്ട് സാഹിത്യ രൂപമായി തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഒരിക്കലും ബുക്ക് പോലെ, പുസ്തകം പോലെ വായനയിലേക്ക് ഉൾച്ചേരുന്ന തരത്തിലുള്ള ഒരു സംഗതി ആയിരുന്നില്ല. സിനിമ തന്നെ അതിൻ്റെ ദൃശ്യഭാഷയിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധിക്കുകയും, പ്രത്യേകിച്ച് ബലാത്താറിനെ പോലെ ഒരു സംവിധായകൻ, അദ്ദേഹം സൈലൻസിനെ, ഒരു ഫ്രെയിമിലെ സൈലൻസിനെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന നീണ്ട ഷോട്ടുകൾ ഉപയോഗിച്ച് ഹംഗേറിയൻ സിനിമയുടെ അതൊന്ന് ആടിയാമെന്ന് തോന്നുന്നു അല്ലേ? ഈ സിനിമയിലെ നീണ്ട ദൃശ്യങ്ങൾ, ദീർഘമായ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ വളരെ സങ്കീർണമാണ് എഴുത്തിൻ്റെ ഘടനയും. അങ്ങനെ ഒരു ചേരുമ്പടി സിനിമയും സാഹിത്യവുമായി കൂടി ഇല്ലേ? നീണ്ട ദൃശ്യങ്ങൾ സമാനമായി ഘടന ഒരുക്കുന്നതിൽ അല്പം കൂടി കാർക്കശ്യം കൂടിയില്ലേ എഴുത്തിൽ? അത് ആ സ്ഥലത്തെ ആ സമൂഹ നിർമ്മിതിയുടെയും കൂടെ ഒരു പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഗ്രാമം കാണുന്നത് പോലെയല്ല ഹംഗറിയിലെയോ പോളണ്ടിലെയോ ഒക്കെ ഗ്രാമം കാണുന്നത്. അവിടെ ഒരാൾ പരസ്പരം കാണുന്നത് തന്നെ വളരെ ദൂരം സഞ്ചരിച്ചിട്ടായിരിക്കും. ഒരു ഗ്രാമത്തിലൂടെ നടന്നാൽ ഒരാളെ കാണണമെങ്കിൽ നിങ്ങൾ കുറേ ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഈ സഞ്ചാരം, ഈ നടത്തം, ഈ സ്ഥലം, അവിടുത്തെ വീടുകളും അവിടുത്തെ നിർമ്മിതികളും ഒക്കെ വളരെ പഴയതായിരിക്കും. ഈ സംഗതിയൊക്കെ ഫ്രെയിമിൽ ഉൾച്ചേർക്കുന്ന ഒരു സംവിധായകനാണ് ബലാത്താറിൻ്റെ ഈ ശൈലിയിലേക്ക് തൻ്റെ ധൈഷണികമായ എഴുത്തിൻ്റെ സാധനത്തെക്കുറിച്ച് കൂടെ ചേർക്കാൻ ക്രാസ്നോഹോർക്കയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലുള്ള, തിരക്കഥയിലുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി എടുത്തു പറയേണ്ടത്. അത് ഈ മെലങ്കി ഓഫ് റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ എടുത്താൽ ആ ബുക്കിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ ബുക്ക് വായിക്കുമ്പോഴുണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന സംവേദനത്വമായിരിക്കില്ല സിനിമ കാണുമ്പോഴുണ്ടാവുക. ശരി. മൗണ്ടൻ ടു ദ നോർത്ത്, എ ലേക്ക് ടു ദ സൗത്ത്, പാർട്സ് ടു ദ വെസ്റ്റ്, എ റിവർ ടു ദ ഈസ്റ്റ്. അങ്ങനെ എഴുത്തിൻ്റെ കാലത്തിലൂടെയും സിനിമയുടെ കാലത്തിലൂടെയും നമുക്ക് ചില ഘട്ടങ്ങളിൽ പരിചിതനാണ്. വായനയിൽ, സിനിമയിൽ ഗൗരവതരമായി ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ച് ഒട്ടും അപരിചിതനല്ല ലാസ്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ സാഹിത്യത്തിൻ്റെ നൊബേൽ സമ്മാനം, ആ പ്രഖ്യാപനമാണ്, വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. ഇതൊരു അപ്രതീക്ഷിത പ്രഖ്യാപനമാണ് എന്ന് കരുതേണ്ടതുണ്ടോ? ഇങ്ങനെ ഹംഗേറിയൻ സാഹിത്യകാരൻ സാഹിത്യ നൊബേലിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നു. ആ പട്ടിക പുറത്തുവന്ന കുറേ പട്ടികയുണ്ടല്ലോ, ഇന്ത്യൻ എഴുത്തുകാർ ഉൾപ്പെടെ. ആ പട്ടികയിൽ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അനൂപ്?
ഇല്ല, അപ്രതീക്ഷിതമൊന്നും ആയിരുന്നില്ല. കാരണം ഇതിനു മുൻപ് പോളിഷ് എഴുത്തുകാരിയായ ഓൾഗ തുക്കാർച്ചുക്കിന് നോബൽ സമ്മാനം കിട്ടിയ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് കരുതിയിരുന്നതാണ്. ഏതാണ്ട് ഒരു 10 വർഷമായി നമ്മൾ കേൾക്കുന്ന പേര് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തവണ നമ്മൾ മുൻപൊരിക്കലും നൊബേലിൽ ഉണ്ടായിരുന്നില്ലാത്തതുപോലെ ഫേവറേറ്റ്സുകളുടെ ഒരു ലിസ്റ്റ്, ഒരു പട്ടിക നേരത്തെ തന്നെ പുറത്തു വരുന്നു. അതിനകത്ത് മുൻപന്തിയിൽ സൽമാൻ റുഷ്ദിയുടെയും അമിതാഭ് ഘോഷിൻ്റെയും പേര് വരുന്നു. അതുപോലെ പലപ്പോഴായി ഒരു 10-25 വർഷമായി ഞാനൊരു പക്ഷേ നൊബേൽ കേൾക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ കേൾക്കുന്നതാണ് മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെയും മുറാകാമിയുടെയും പേര്. ഇവരുടെയൊക്കെ പേരുകൾ വീണ്ടും സർഫസ് ചെയ്തു വരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായി ഈ പേര് പിക്ക് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇദ്ദേഹം നൊബേലിന് അർഹനായിട്ട് കാലങ്ങളായതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ 60കളിലും 70കളിലും ഒക്കെ ഉണ്ടായിരുന്ന ജീവിതമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ആ സമയത്ത് തന്നെ എഴുത്തു തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അന്ന് തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. യൂറോപ്പിൽ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ നോവലുകളുടെ, ഹംഗേറിയൻ നോവലുകളുടെ ഇംഗ്ലീഷ് പരിഭാഷ തന്നെ 80കളിൽ തന്നെ പ്രചാരത്തിലെത്തിയതാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്നതാണ്. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടു തുടങ്ങിയതാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നത് അപ്രതീക്ഷിതമാണ് എന്ന് മാത്രം. ഒന്നിനോട് ചേരുമ്പോൾ മാത്രമേ പൂജ്യങ്ങൾക്ക് വിലയുള്ളൂ, അല്ലാതെ അനന്തത എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു വാചകം കൂടി അദ്ദേഹവുമായി ചേർത്ത് മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. അതെ 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 ഈ ഇത്തരം മനുഷ്യനുമായി ബന്ധപ്പെട്ട ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈലൻസ്, നമ്മൾ സിനിമയിൽ കാണുന്ന സൈലൻസിനെ നോവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് 2 കഥാപാത്രങ്ങളുടെ ഇടയിലോ ഉള്ള സംസാരത്തെക്കാൾ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ആശയവിനിമയത്തെക്കാൾ കൂടുതൽ ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും അവർ കാണുന്നതിനെ എങ്ങനെയാണ്